അല്ലാതെ കുറെ പൈസ കട കൊടുത്ത് നമ്മൾ കണ്ട സ്വപ്നം 20 പവനായിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് തലവേദന ഉണ്ടാക്കി ഉറക്കമില്ലാണ്ടാക്കി ഉരുകി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മിനി ആൻ്റണി. ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. കേരളത്തിലാണ്, നാട്ടിലാണ്. അപ്പോൾ വളരെ മാനസിക സമ്മർദ്ദത്തിലാണ് ആളെന്നെ വിളിച്ചത്. എന്താ കാര്യം എന്ന് വെച്ചാൽ മോളുടെ കല്യാണമായി. കല്യാണത്തിന് വേണ്ടി കുറച്ച് പൈസയും ഒക്കെ ഇവർ 3 വർഷം മുമ്പ് തുടങ്ങി സ്വരുക്കൂട്ടി ചിട്ടിയൊക്കെ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇവരുടെ മുൻപിൽ ഒരു 10 ലക്ഷം രൂപ 3 വർഷം കഴിയുമ്പോൾ ആ 10 ലക്ഷം രൂപയ്ക്ക് അന്നത്തെ സ്വർണ്ണവിലയൊക്കെ കണക്ക് കൂട്ടിയിട്ട് അവർ പ്ലാൻ ചെയ്ത് വെച്ചു. പക്ഷേ സ്വർണത്തിൻ്റെ വില കൂടി. അന്ന് 10 ലക്ഷം രൂപയ്ക്ക് 20 പവൻ പ്ലാൻ ചെയ്തത് ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു 7-7.5 പവനെ കിട്ടുള്ളൂ. ഇന്നത്തെ പവൻ്റെ വില അറിയാം. നമുക്ക് ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ 1,20,000 രൂപ വേണം. അതിൻ്റെ മേക്കിംഗ് കോസ്റ്റും GST എല്ലാം കൂടി ഒരു 20,000 രൂപ കൂടി കൂട്ടേണ്ട വരും. അപ്പോൾ 1,40,000 രൂപ ഇല്ലാതെ 1.5 ലക്ഷം രൂപ ഇല്ലാണ്ട് നമുക്കിപ്പോൾ ഒരു പവൻ എന്നുള്ളത് കൃത്യമായിട്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആഭരണം 8 ഗ്രാം തന്നെ ഉണ്ടാവണമെന്നില്ലല്ലോ. ചിലപ്പോൾ അത് 9 ആകാം, 10 ഗ്രാം ആകാം. അപ്പോൾ ഓരോ ഗ്രാം കൂടുന്തോറും അതനുസരിച്ച് കൂടും. അപ്പോൾ 1.5 ലക്ഷം രൂപ ഇന്നത്തെ കാലത്ത് ഒരു പവൻ മേടിക്കാൻ ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിൽ വേണ്ടതാണ്. അപ്പോൾ ഇത് ആലോചിച്ചിട്ട് ഇവർക്ക് മൊത്തം ടെൻഷൻ. ഒരു കല്യാണാലോചന വരുമ്പോൾ അവരെ ഫേസ് ചെയ്യാനും അത് പ്രൊസീഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കുറവ്. അപ്പോൾ ഇവരെയും ഈ പൈസയ്ക്ക് പുറമെ കുറച്ച് സ്ഥലം കൂടി ഈ കുട്ടിയുടെ പേരിൽ കല്യാണത്തിൻ്റെ സമയത്ത് വിറ്റ് പൈസയാക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിനാണെങ്കിൽ ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ ഒരിക്കലും കച്ചവടം നടക്കണില്ല. ഇപ്പോഴത്തെ ഒരു ഭൂമി കച്ചവടങ്ങളുടെ ഒരു ഇതനുസരിച്ച് അധികം കച്ചവടങ്ങൾ പണ്ട് കാലത്തെ പോലെ നടക്കണില്ല. ഇതെല്ലാം കൂടെ ഭയങ്കര പ്രഷർ. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാനത് അവളായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. എത്ര പൈസയുണ്ടോ അത്രയും പൈസയ്ക്കുള്ള സ്വർണം വാങ്ങാം. അല്ലാതെ കുറെ പൈസ കട കൊടുത്ത് നമ്മൾ കണ്ട സ്വപ്നം 20 പവനായിരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ അതിലേക്ക് വന്ന് നമുക്ക് തലവേദന ഉണ്ടാക്കി ഉറക്കമില്ലാണ്ടാക്കി ഉരുകി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ സ്ഥലം കൊടുത്ത് പൈസയാക്കി പൈസയും കൂടെ കുട്ടിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ള ഒരു ഇതാണല്ലോ. നമ്മളിപ്പോൾ എത്ര ഒന്നും കൊടുക്കണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ ചെറുക്കൻ്റെ വീട്ടുകാരും പറഞ്ഞാലും നമുക്ക് നമ്മുടെ മോളെ സന്തോഷമായിട്ട് നമ്മുടെ മോളും പ്രതീക്ഷിക്കും അല്ലേ. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു സ്വപ്നമാണ്. കുറച്ച് സ്വർണവും കുറച്ച് ഡ്രസ്സുകളും അത്യാവശ്യം വേണ്ട ആളുകളെയൊക്കെ വിളിച്ചുള്ള ഒരു ഫംഗ്ഷനും ഇതിനൊക്കെ പൈസയുടെ ആവശ്യമുണ്ട്. നമ്മൾ എത്ര സിമ്പിൾ ഹമ്പിൾ എന്നൊക്കെ പറഞ്ഞാലും ഇതെല്ലാം ആവശ്യമാണ്. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം കൂടെ മാറ്റി വെച്ചത് സ്ഥലക്കച്ചവടം നടക്കണില്ല. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്ത കാര്യം, സ്വർണം വാങ്ങാൻ ഉദ്ദേശിച്ച പൈസയ്ക്കുള്ള സ്വർണം വാങ്ങാം. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഒരുപാട് ആഭരണങ്ങൾ ആ കല്യാണത്തിൻ്റെ അന്ന് ഇടുന്നതല്ലാതെ ഏതെങ്കിലും ലോക്കറിൽ പോയി ഇരിക്കുള്ളൂ. ആ സ്വർണം ഒരാളിടാൻ പോകുന്നില്ല. ഒരു മാല, 2 വള, അത്യാവശ്യം ഒരു സിമ്പിൾ കമ്മൽ, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് പോലെ അല്ല. ഞങ്ങൾക്കൊക്കെ സ്വർണത്തിനോട് ഇപ്പോഴും ഭയങ്കര കൊതിയാണ്. എന്തോരിട്ടാലും മതിയാവില്ല, അതാണ് അവസ്ഥ. പക്ഷെ മാറി, ട്രെൻഡ് മാറി. ഇന്നത്തെ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ സ്വർണമേ വേണ്ടെന്നുള്ളൊരു കണ്ടീഷനാണ്. ആ സമയത്ത് ഇങ്ങനെ ഉരുകേണ്ട ഒരാവശ്യമില്ല. അതിന് അത്യാവശ്യം ആ പൈസയ്ക്ക് കിട്ടുന്നപ്പോൾ 7 പവൻ കിട്ടിയാലും ബാക്കി നമുക്ക് എന്തെല്ലാം വഴികളുണ്ട്. 1 ഗ്രാം 10-20,000 രൂപ കൊടുത്ത ഈ സ്വർണത്തിനേലും അടിപൊളി ഡിസൈൻസും സ്വർണത്തിനെ ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഓർണമെന്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് ആ സാരിയുടെ കൂട്ടത്തിൽ ആ ബ്യൂട്ടീഷ്യൻ തന്നെ എല്ലാം നമുക്ക് സെറ്റാക്കി തരും. അപ്പം ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് ഏതൊരു പെൺകുട്ടിയുടെ എല്ലാ പാരൻസിൻ്റെയും ഒരു ആഗ്രഹമാണ് കല്യാണത്തിൻ്റെ അന്ന് പെൺകുട്ടി ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് നിൽക്കാന്നുള്ളത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. അങ്ങനെ സ്വപ്നങ്ങളും ആഗ്രഹമുള്ളവരുടെ കാര്യം പറഞ്ഞത് ഇപ്പം കൂടുതൽ സിമ്പിളായിട്ടാണ്. അപ്പോൾ അതിനുള്ള വഴികളുണ്ട്, ആ വഴികൾ ചെയ്യാം. അല്ലാതെ ജസ്റ്റ് പിറ്റേ ദിവസം ഒരു ദിവസം ഇട്ട് പിറ്റേ ദിവസം ലോക്കറി കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്വർണ്ണങ്ങൾ വാങ്ങിച്ച് തലവേദന ഉണ്ടാക്കി എന്ത് കാര്യമുണ്ട്? അപ്പോൾ ഇതൊക്കെ ചിന്തിച്ച് വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്ഥലത്തിൻ്റെ കാര്യം, ഈ കുട്ടിക്ക് പൈസയായിട്ട് മാത്രം കൊടുക്കണം എന്ന് എവിടെ പറഞ്ഞേക്കണം? അതൊക്കെ നിർത്തിയിട്ട് കാലങ്ങൾ എത്രയായി?
അപ്പോൾ ഈ സ്ഥലം ഈ കുട്ടികൾക്ക് അവർ ഗിഫ്റ്റായിട്ട് പാരൻസിൻ്റെ മനസ്സിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് ആ രജിസ്ട്രേഷൻ ഗിഫ്റ്റായിട്ട് കൊടുക്കൂ. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന കോൺഫിഡൻസ് എത്രയായിരിക്കും? നമ്മളിപ്പോൾ എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പം കല്യാണം കഴിഞ്ഞ് കുറേ സ്വർണവും കാശും ഒക്കെ കൊടുത്ത് ഇനി ഒന്നുമില്ല. അപ്പം ഈ കുട്ടി ചെല്ലുന്ന വീട്ടിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ഈ കുട്ടിയുടെ മുമ്പിൽ ഒന്നുമില്ല. എന്തെല്ലാം ദുരന്തങ്ങൾ നടക്കണം, തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ. വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാൽ പോലും വീട്ടുകാർ ചിന്തിക്കുന്ന നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന്. ഈ കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ കണ്ടു ഒരു അമ്മയും മോളും സൂയിസൈഡ് ചെയ്തത്. നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും? ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പം ഇപ്പോൾ പല ടോക്കിലും ഞാൻ കണ്ടിട്ടുണ്ട് പെൺകുട്ടികൾക്ക് അവർ താമസിച്ചുകൊണ്ടിരുന്ന മുറി അങ്ങനെ തന്നെ ജീവിതകാലം വരെ അവർക്കായിട്ട് നമ്മൾ പാരൻസ് കരുതി വെക്കണം എന്ന്. അതിലൊക്കെ അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ കുട്ടിക്കൊരു കോൺഫിഡൻസ് ആണത്. എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം സ്വന്തം വീട്ടിലേക്ക് കയറി വരാനും സ്വന്തം വീട്ടുകാരായിട്ട് ഇടപഴകാനുള്ള ഒരു സ്വാതന്ത്ര്യം മുറിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു കല്യാണങ്ങളും. കല്യാണം എന്നത് പെൺകുട്ടിക്ക് ഒരു പാർട്ട്ണർ വേണം, ഒരു ആൺകുട്ടി വേണം, ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയും വേണം എന്നോർത്ത് ബന്ധങ്ങൾ മുറിക്കണോ? അല്ലെങ്കിൽ സ്വന്തം വീട് അല്ലാണ്ടാവോ? ഇല്ല. അപ്പോൾ ഈ സ്ഥലമുള്ളത് നമ്മൾ ആ കുട്ടിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ആ കുട്ടിയുടെ കോൺഫിഡൻസ്, ആ കുട്ടിക്ക് ഒരു തുണ്ട് ഭൂമി അവളുടെ പേരിലുണ്ടെന്നുള്ള കോൺഫിഡൻസ് ചില്ലറ കാര്യമാണോ? അത് ഈ കൊടുക്കുന്ന സ്വർണത്തിനും ഈ പറഞ്ഞ പൈസയും കൊണ്ടും ആകുമോ? അതൊക്കെ ചിലവായി തീരാൻ എത്ര നേരം വേണം അല്ലേ? അപ്പോൾ പിന്നീട് ഈ പറഞ്ഞ കല്യാണം കഴിച്ച ചെറുക്കനും അല്ലെങ്കിൽ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരു വീട് വയ്ക്കണമെങ്കിൽ ആ സ്ഥലത്ത് വേണമെങ്കിൽ വീട് വയ്ക്കാം. ഇനിയിപ്പോൾ അത് വീട്ടുകാരുടെ സ്ഥലത്തായി പോയെങ്കിൽ അത് വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും വയ്ക്കാം. അതൊരു അസറ്റല്ല അവരുടെ ലൈഫിൽ അതൊരു അസറ്റാണ്. അത് അവർക്ക് പിന്നീടാണെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ ഈ കുട്ടിക്കും ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും, ഈ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. പാരൻസിനാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും അത് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും ആ സ്ഥലം. അത് എൻ്റെ മോൾക്ക് കൊടുത്തത് അവർക്ക് സന്തോഷിക്കാം. സ്വർണ്ണമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിലും പല ആളുകളുടെ അനുഭവത്തിലും സ്വർണ്ണങ്ങളൊക്കെ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിരിക്കും അപ്രത്യക്ഷമാവുന്നത് പല കാരണങ്ങൾ കൊണ്ട്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ ബുദ്ധിപരമായിട്ട് നീങ്ങുമ്പോൾ അവിടെ സമാധാനം, സന്തോഷവും പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. അപ്പം ആ ഒരു കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. സ്ഥലമുള്ളത് ഗിഫ്റ്റായിട്ട് കൊടുക്കുക, ഉള്ള പൈസയ്ക്ക് സ്വർണം വാങ്ങുക, ബാക്കിയുള്ളതിന് ഇഷ്ടംപോലെ വഴികളുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇടുന്നത് സ്വർണം ഒന്നും ഇല്ല. ആ ബ്യൂട്ടീഷ്യന് അറിയാം എങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്നുള്ളത്. നമ്മൾ മോഡൽ കാണിച്ചു കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് ഉള്ളത് വച്ച് കല്യാണം അടിച്ച് പൊളിച്ച് ആഘോഷമായിട്ട് നടത്ത് എന്നുള്ളൊരു അഡ്വൈസ് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോയിൽ വന്നത്. അപ്പം എൻ്റെ വീഡിയോ കേട്ട എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും ലൈക്സ് ആയിട്ടും ഒക്കെ പറയും. നമ്മൾ തീരുമാനങ്ങളൊക്കെ മാറേണ്ട ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞു. പഴയ ചിന്താഗതികൾ, ആ പഴയ ചിന്താഗതി വച്ചിട്ട് മുന്നോട്ട് പോയാൽ പുതിയ ജനറേഷൻ്റെ ചിന്താഗതി അതുമായിട്ട് മാച്ച് ആവണ്ടേ? അപ്പം നമ്മളും മാറേണ്ടിയിരിക്കുന്നു. അതായത് പഴയ പാരൻസും എൻ്റെയൊക്കെ ഒരു ജനറേഷനിലുള്ളവരുടെ ചിന്തകളും ഇതെല്ലാം മാറി നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അത് ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി വച്ചാൽ തന്നെ നമുക്ക് വളരെ സമാധാനമായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് എനിക്ക് ഉപകാരപ്പെടും. പിന്നെ ഇത് കമൻറ്റുകൾ വായിക്കുന്ന ആളുകൾക്കും ഉപകാരപ്പെടും. അപ്പോൾ ഒരിക്കൽ കൂടി ഇത്ര നേരം എൻ്റെ വീഡിയോ ശ്രവിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.